കേരളത്തിന് എന്താണ് നൽകിയത്? 1987 മുതൽ 2016 വരെയുള്ള കേരളത്തിലെ വിവിധ മന്ത്രിസഭകൾ കേരളത്തിന് ഉണ്ടാക്കിയ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലുണ്ടായ കടം, പൊതുകടം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2016 മുതൽ 2026 വരെയുള്ള ഈ 10 വർഷം കൊണ്ട് കേരളത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടിയുടെ 3 ഇരട്ടി 4.5 ലക്ഷം കോടി രൂപ കൂട്ടി 6 ലക്ഷം കോടി രൂപയുടെ പൊതുകടമായി കേരളത്തിന്റെ കടമുയർത്തിയതല്ലേ ഈ സർക്കാർ നൽകിയത്? ഈ സർക്കാർ കേരളത്തിന് നൽകിയ സംഭാവന അത് മാത്രമല്ലേ? അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് 1.5 ലക്ഷം കോടിയുടെ കടം കേരളത്തിലുണ്ടായപ്പോൾ ഏകദേശം 20,000 രൂപയിലധികം ഒരു മനുഷ്യന് കടമുണ്ടായിരുന്ന ഒരു മലയാളിക്ക് കടം വന്നു എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിച്ചതെല്ലാം ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എല്ലാം ശരിയാകും LDF വരുമെന്ന് പറഞ്ഞ് വന്നതല്ലേ LDF? എന്നിട്ട് LDF ശരിയാക്കിയതാണ്. എന്നൊരു മനുഷ്യന് ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിന് 1.25 ലക്ഷം രൂപ പ്രതിശീർഷ കടം വരുത്തി വെച്ചുകൊണ്ടാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങളുണ്ടായി. ഇന്ന് കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന പല വികസന സമുച്ചയങ്ങളും നേരത്തെ വന്ന ഗവൺമെന്റുകൾ ഇവിടെ നടപ്പിലാക്കിയതാണ്. ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടി പടിയിറങ്ങുമ്പോൾ 5 വർഷം കൊണ്ട് കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളം തുടങ്ങി കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് പൂർത്തീകരണം നടത്തിയാണ്. വിഴിഞ്ഞം പദ്ധതിയെ ട്രാക്കിൽ കയറ്റി 80% ജോലി പൂർത്തീകരിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ തങ്ങളുടെ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അടക്കമുള്ള നമുക്കറിയാം കല്ലൂർ വിമാനത്താവളം, കൊച്ചി എയർപോർട്ട്, അതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നേരത്തെയുള്ള UDF സർക്കാരുകൾ ഈ നാടിന് സമ്മാനിച്ചതാണ്. എന്നാൽ എന്താണ് പിണറായി വിജയൻ സർക്കാരിൻ്റെതായി എടുത്തു പറയാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനം? ഒന്നും തന്നെയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ അവസരത്തിൽ അവസാന ലാപ്പിൽ UDFന്റെ കുതിച്ചുചാട്ടം കണ്ട് മിറളിപ്പൂണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കൾ കോൺഗ്രസിനെതിരെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയനാടിലെ 100 വീട് നിർമ്മിച്ചു നൽകാൻ വേണ്ടി പണം പിരിച്ചതും ആ പണം എവിടെ എന്നൊക്കെ ചോദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരികയാണ്. വയനാടിന് വേണ്ടി 5.5 കോടി രൂപ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചെടുത്തതും 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്തതുമൊക്കെ അടക്കം വയനാടിലെ സാധാരണക്കാരായ 100 ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം വാങ്ങി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കൃത്യമായ കണക്കുകളോടുകൂടി അത് ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മടി കാണിച്ചിട്ടില്ല. എന്നാൽ എന്താണ് ഈ സർക്കാർ ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളെ കോൺഗ്രസുകാരെ ശവം തൂക്കികൾ എന്ന് വിളിക്കുന്ന CPM-കാരനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, വയനാട്ടിൽ 350ഓളം വരുന്ന മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടപ്പോൾ 350ഓളം വരുന്ന മൃതദേഹങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി 3.5 കോടി രൂപ ചെലവഴിച്ചെന്ന് പറഞ്ഞ ഒരു മൃതദേഹത്തിന് 80,000 രൂപ ഒരു മൃതദേഹത്തിന് ചെലവെഴുതി വാങ്ങിച്ച ശവം തൂക്കികൾ ആരാണോ? ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരല്ലേ? വെള്ളിപ്പാലം എന്ന് പറയുന്ന പാലം വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം ആദ്യമായി അവർ നിർമ്മിച്ചൊരു നിർമ്മാണ പ്രവർത്തനമാണ് വെള്ളിപ്പാലം.
നമ്മുടെ സേനയാണ്, പട്ടാളമാണ് ആ ബെയിലിപ്പാലം നിർമ്മിച്ചത്. ബെയിലിപ്പാലം നിർമ്മിച്ചതിന്റെ പേര് പണം തട്ടാൻ വകുപ്പില്ലെന്ന് മനസ്സിലാക്കി അതിനടിയിൽ കരിങ്കല്ലടക്കി വെച്ചതിന് 1 കോടി രൂപ വാങ്ങിയവരല്ലേ ഇടതുപക്ഷത്തിന്റെ സർക്കാർ? പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറഞ്ഞതല്ലേ ഇത് 1 കോടി രൂപ ചെലവെന്ന്? അതൊന്നും വാങ്ങിയത് ഇവിടുത്തെ സർക്കാരല്ലേ? ഇപ്പോ അവിടുത്തെ പുഴ, ആ വയനാട് ചൂരൽമലയിൽ അപ്രത്യക്ഷമായ ആ പുഴയിലെ മാലിന്യങ്ങൾ നീക്കി ആ പുഴ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി എന്ന പേരിൽ 198 കോടി രൂപയല്ലേ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പിണറായി വിജയൻ നിങ്ങൾ നൽകിയത്? അതിന്റെ 4 വേണമോ ആ പുഴയെ പുനഃസൃഷ്ടിക്കാൻ? ഒരു പുതിയ പുഴ സൃഷ്ടിക്കാൻ അതിന്റെ 4 വേണമോ? ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ പിണറായി സർക്കാരിന് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വികസന പ്രവർത്തനത്തിന്റെ പേര്, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ പേര് ഊരാളുങ്കൽ എന്ന് പറയുന്നത് ഖജനാവിൽ നിന്ന് പണമൂരുന്ന അങ്കിളായി. അങ്ങനെയല്ലേ പിണറായി വിജയൻ നിങ്ങൾ അതിനെ കാണുന്നത്? എന്താണ് വയനാട് പുനരധിവാസത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ കൊള്ളക്ക കയ്യും കണക്കുമുണ്ടോ? വയനാട് പുനരധിവാസത്തിന്റെ പേരിൽ വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി 432 ഗുണഭോക്താക്കൾ ഉണ്ടായതിൽ നിന്ന് 30 ഗുണഭോക്താക്കൾ തങ്ങൾക്ക് പണം മതി എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയപ്പോൾ നിങ്ങൾക്ക് ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാനും സ്ഥലം കണ്ടെത്താനും കൂടി നിങ്ങൾ നൽകിയത് 15 ലക്ഷം രൂപയല്ലേ? അതായത് ഒരു വീടിന് സ്ഥലം സ്വയം കണ്ടെത്തി അവിടെ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ സർക്കാരിന്റെ കണക്കിൽ 15 ലക്ഷം രൂപ മതി. എന്നാൽ സർക്കാർ കണ്ടെത്തിയ സ്ഥലത്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വീട് നിർമ്മിക്കാൻ 24 ലക്ഷം രൂപ അനുവദിച്ചത് ഏതടിസ്ഥാനത്തിലാണ്? അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിങ്ങൾ ചുമതല നൽകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സർക്കാരിന്റെ ടെൻഡർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണോ നിങ്ങൾ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത്? പിണറായി വിജയൻ ആരാണ് യഥാർത്ഥ ശവം തൂക്കികളെന്ന് നിങ്ങളുടെ വയനാട് ദുരിതാശ്വാസത്തിന്റെ നടപടികൾ തന്നെ മതിയില്ലേ? പിണറായി വിജയൻ നിങ്ങൾ പറഞ്ഞത് 402 വീടുകൾ നിർമ്മിക്കണമെന്നാണ്. 410 വീടുകൾക്ക് 299 കോടി രൂപയല്ലേ നിങ്ങൾ അനുവദിച്ചത്? ഊരാളുങ്കലിന്റെ എഞ്ചിനീയർമാര് പറഞ്ഞത് പ്രകാരം 24 ലക്ഷം രൂപയാണ് ഒരു വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമെങ്കിൽ 410 വീടുകൾ നിർമ്മിക്കാൻ 98 കോടി രൂപയല്ലേ അവിടെ ആവശ്യം വരികയുള്ളൂ? പിന്നെ നിങ്ങൾ ഈ 299 കോടി രൂപയിൽ ബാക്കി 201 കോടി രൂപ ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഊരുന്ന അങ്കിളായി ഊരാളുങ്കലിനെ കണ്ട് അതുവഴി ഊരിയെടുക്കാനല്ല നിങ്ങൾ ശ്രമിച്ചത്? ശവം തൂക്കികളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നേരത്തെ നിങ്ങൾ 15 ലക്ഷം രൂപ യാണ് സർക്കാരിൻ്റെതായി നൽകിയത്. ഇപ്പൊ സർക്കാർ ആവശ്യപ്പെടുന്നത് അവിടെ 320 വീടുകൾ മതി എന്നാണ്. 410 നിന്ന് 320 കുറയുമ്പോൾ ഈ 320 വീടിന് 15 ലക്ഷം രൂപ വീതം സർക്കാർ നൽകിയ പണം മതിയെങ്കിൽ 54 കോടി രൂപ കൊണ്ട് അവിടെ ഈ 320 വീടുകൾ നിർമ്മിക്കാൻ കഴിയില്ലേ പിണറായി വിജയൻ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ 54 കോടി രൂപയ്ക്ക് നടക്കുന്ന പദ്ധതിക്ക് ബാക്കി 245 കോടി രൂപ നിങ്ങള് ഊരാളുങ്കൽ വഴി ഊരിയെടുത്ത് അങ്കിൾ വഴി CPM-ലേക്ക് കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത്? എന്താണ് ഈ സർക്കാർ വയനാട്ടുകാരോട് ചെയ്തത്? വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ 170 വീടുകൾ ഇപ്പോൾ നിർമ്മിച്ചു നൽകിയില്ലേ? ഈ നിർമ്മിച്ചു നൽകിയ 170 വീടുകളിൽ
പ്ലംബിംഗിന്റെ ജോലി പൂർത്തീകരിച്ചിട്ടില്ല, ഇലക്ട്രിസിറ്റി ജോലി പൂർത്തീകരിച്ചിട്ടില്ല, അവിടെ വാട്ടർ കണക്ഷൻ ലഭിച്ചിട്ടില്ല, ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിച്ചിട്ടില്ല. അവിടെ ആ ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി കൊണ്ടുവന്ന ജനറേറ്ററുകൾ നിർത്തി പ്രവർത്തനം ഓഫാക്കി അവർ തിരിച്ചുപോയതോടെ, സർക്കാരും പരിവാരങ്ങളോടും തിരിച്ചുപോയതോടെ അവിടെ ഇപ്പോൾ കൂടിയിട്ടല്ലേ പിണറായി വിജയ ഏകദേശം 400-ലേറെ കുടുംബങ്ങൾ ദുരന്തത്തിലകപ്പെട്ട ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് 350 മൃതദേഹങ്ങൾ നമുക്ക് ലഭിച്ചു. അതിൽ അത്രത്തോളം തന്നെ ആളുകളെ കാണാതായ ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് നിങ്ങൾ കട്ടെടുത്ത തുക അവിടെ JCB-കൾ പ്രവർത്തിപ്പിക്കുന്നതിന്, ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നതിന്, അവിടെ ഹിറ്റാച്ചികൾ കൊണ്ടുവരുന്നതിന് എന്ന പേരിൽ നിങ്ങൾ 38 കോടി രൂപ അവിടെ നിന്ന് എഴുതി വാങ്ങിയില്ലേ? കേരളത്തിലെ ഹിറ്റാച്ചിയുടെയും JCB-യുടെയും ഒക്കെ ഓപ്പറേറ്റർമാരുടെ സംഘടന സേവന പ്രവർത്തനത്തിന് വേണ്ടി അവിടെ വന്ന് സേവന പ്രവർത്തനം നടത്തിയല്ലേ തിരിച്ചുപോയത്? അവിടെ പ്രവർത്തിച്ച JCB-കൾക്ക് നിങ്ങൾ പണം നൽകിയോ പിണറായി വിജയ? അതിന്റെ വൗച്ചർ കാണിക്കാൻ ധൈര്യമുണ്ടോ പിണറായി വിജയ? അവിടെ സേവനം നടത്തിയ സേവന പ്രവർത്തകരുടെ പേരിൽ പോലും പണം വസൂലാക്കിയ ശവം തൂക്കികൾ കൃത്യമായി എം സ്വരാജ് എന്ന് പറയുന്ന നിങ്ങളുടെ തുറൈ നിർമ്മാതാവ് നിർമ്മിച്ച ആ പദത്തിന് കൃത്യമായ അർഹതയുള്ളത് പിണറായി വിജയ ഒന്നാമത്തെ ശവം തൂക്കി നിങ്ങളല്ലേ? ഈ ശവം തൂക്കികൾ ഇവിടുത്തെ ദുരന്തഭൂമിയിൽ മാത്രമാണോ ഈ ശവം തൂക്കുന്ന പരിപാടി നടത്തുന്നത്? RSSകാരാൽ കൊല്ലപ്പെട്ട ധനരാജ്, അതുപോലെ ചാവക്കാട് KK വത്സൻ, മഹാരാജാസിലെ അഭിമന്യു, തിരുവനന്തപുരത്ത് വിഷ്ണു തുടങ്ങി കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ട മുഴുവൻ രക്തസാക്ഷികളുടെയും പേരിൽ CPM ഫണ്ട് പിരിച്ചിട്ടില്ലേ? പിരിച്ച ഫണ്ട് മുഴുവനായി ആ കുടുംബങ്ങൾക്ക് നൽകാൻ ഈ നാട്ടിലെ CPM-ന്റെ ഏതെങ്കിലും ഫണ്ട് പിരിച്ച കമ്മിറ്റികൾ തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ തൊട്ടടുത്ത് ചാവക്കാട് KK വത്സൻ എന്ന് പറയുന്ന മുൻ നഗരസഭാ ചെയർമാൻ മരിച്ചിട്ട്, കൊല ചെയ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ 95 ലക്ഷം പിരിച്ചിട്ട് കേവലം 45 ലക്ഷം രൂപ മാത്രമല്ലേ വത്സരാജിന്റെ കുടുംബത്തിന് നൽകിയുള്ളൂ? കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന സഖാവിന്റെ രക്തസാക്ഷി ഫണ്ട് പിരിച്ചത് വിഷ്ണുവിന്റെ കുടുംബത്തിന് എത്ര ലക്ഷം രൂപയാണ് നൽകിയത്? പിരിച്ച തുകയുടെ പകുതിയിൽ താഴെയല്ല നൽകിയത്. അഭിമന്യു മഹാരാജാസിൽ അഭിമന്യു വർഗീയത തെളിയട്ടെ എന്ന് അഭിമന്യു മതിലെഴുതിയതിന്റെ പേരിൽ ഇവിടുത്തെ SDPI-കാരന്റെ കൊലക്കത്തിക്ക് വിധേയനായ അഭിമന്യുവിന്റെ അമ്മ നമ്പറ്റ മകനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആ അമ്മയുടെ കയ്യിൽ കോടികൾ നിങ്ങൾ പിരിച്ചെടുത്തിട്ട് കേവലം 35 ലക്ഷം രൂപയല്ലേ ഇടുക്കിയിലെ ആ പാവപ്പെട്ട അമ്മയ്ക്ക് നിങ്ങൾ നൽകിയുള്ളൂ? പിന്നെ അഭിമന്യുവിന്റെ പേരിൽ സ്മാരകം ഉണ്ടാക്കുമെന്നും അഭിമന്യു സ്ക്വയർ ഉണ്ടാക്കുമെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ പണം പിരിച്ചിട്ട് അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തിയോ? CPM ശവം തൂക്കികൾ എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ കഴിയുന്നത് നിങ്ങളെയല്ലേ? എന്താണ് ഇവിടുത്തെ ഇപ്പോൾ പയ്യന്നൂരിൽ മത്സരിക്കുന്ന T. മധുസൂദൻ എന്ന് പറയുന്ന സിറ്റിംഗ് MLA-ക്കെതിരെയല്ലേ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ്, ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ്, അദ്ദേഹം അടക്കമുള്ള CPM-ന്റെ പ്രവർത്തകരും നേതാക്കളും ഒത്തുചേർന്ന മധുസൂദനന്റെ നേതൃത്വത്തിൽ ധൻരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിക്ക് RSSകാരാൽ കൊല ചെയ്യപ്പെട്ട
ധനരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിക്ക് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് ആ ഫണ്ടിൽ നിന്ന് പകുതിയിൽ താഴെത്തുക മാത്രം ധനരാജിന്റെ കുടുംബത്തിന് നൽകിയത് കുഞ്ഞികൃഷ്ണൻ ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞികൃഷ്ണനെ കുലംകുത്തിയാക്കി പുറത്താക്കിയിട്ട് ഫണ്ട് കെട്ട മധുസൂദനനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് നിങ്ങളല്ലേ? CPM യഥാർത്ഥ ശവം തൂക്കികൾ നിങ്ങളല്ലേ? ആന്തൂർ സാധൻ എന്ന് പറയുന്ന CPM-കാരനായ വ്യവസായിയെ അദ്ദേഹത്തിന്റെ വ്യവസായത്തിന്റെ അദ്ദേഹം അവിടെ ഒരു കല്യാണ മണ്ഡപം നിർമ്മിച്ചപ്പോൾ ആ കല്യാണ മണ്ഡപം ഞാൻ ഇവിടെ ചെയർപേഴ്സൺ ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ നിനക്കിതിന് അനുമതി നൽകുകയില്ലെന്ന് പറഞ്ഞ് ഇതിന് ലൈസൻസ് നൽകുകയില്ലെന്ന് പറഞ്ഞ ആന്തൂർ സാധന കൊലക്കയറിലേക്ക് പറഞ്ഞുവിട്ട് ഇന്നത്തെ MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയുടെ പേര് PK ശ്യാമള എന്നല്ലേ? ആ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയ CPM ഒറിജിനൽ ശവം തൂക്കി ആന്തൂർ സാധൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മൃതശരീരം തൂക്കിയെടുത്ത് ഇവിടെ പാർട്ടി വളർത്തിയത് CPM നിങ്ങളല്ലേ? എണ്ണിപ്പറയാനില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരെ, അവസാന ഘട്ടത്തിൽ ശവം തൂക്കികൾ എന്ന് കോൺഗ്രസിനെ പരിഹസിച്ചു കൊണ്ടുവരുന്ന യഥാർത്ഥ ശവം തൂക്കികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്തിന് ഇന്ന് ഉയർന്നു നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ സംസ്ഥാനത്തിന്റെ സംവിധാനങ്ങളെ വളർത്തിയെടുത്ത് ഈ സംസ്ഥാനത്ത് സമ്പൂർണ്ണ വികസനം സാധ്യമാക്കിയ UDF-നെ വിജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിയും ഇടതു മുന്നണിയും തമ്മിലുള്ള കേവലം ഒരു മത്സരമല്ല. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർത്ത CPM സർക്കാരിനെയും ഇവിടുത്തെ ആരോഗ്യരംഗത്ത് അന്നന്നത്തെ അട്ടാര പട്ടിണിയുടെ പേരിൽ ഗവൺമെന്റ് ആരോഗ്യ സംവിധാനങ്ങളെ സമീപിച്ച് തങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ജനങ്ങളെ നോക്കി പരിഹസിച്ച് ആരോഗ്യ മേഖലകളിലേക്ക് ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലാൻ സാധാരണക്കാരന്റെ മനസ്സിൽ വീതി വീഴ്ത്തിയ ഈ സർക്കാരും ഈ സാധാരണക്കാരും തമ്മിലുള്ള മത്സരമാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള വൈദ്യുതി മന്ത്രിക്ക് നേതൃത്വം നൽകുന്ന പിണറായി വിജയന്റെ സർക്കാരും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളും തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരം, ഈ യുദ്ധം ഇവിടുത്തെ വിനോദിനി എന്ന് പറയുന്ന പാവപ്പെട്ട 9 വയസ്സുള്ള 4ാം ക്ലാസ്സുകാരി അവളുടെ കൈ മുറിച്ചു കളഞ്ഞ സർക്കാരും വിനോദിനിയുടെ പോലെ അംഗഭംഗം വന്ന സനോദ് എന്ന് പറയുന്ന കാൽമുട്ടിന്റെ ശസ്ത്രക്രിയക്ക് വേണ്ടി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചെന്ന അവിടെ ശസ്ത്രക്രിയക്കെന്ന് പറഞ്ഞ് കയറ്റിയിട്ട് കണ്ണൊച്ചെടുത്ത ഇവിടുത്തെ ആരോഗ്യ വകുപ്പും സനോദുമാരും തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരത്തിൽ ജയിക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ മത്സരത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ജയിച്ചാൽ ഇവിടെ കേരളം ജയിക്കും. കേരളം ജയിക്കുമ്പോൾ UDF നയിക്കും. കൃത്യമായ ബോധ്യത്തോടുകൂടി ദീർഘദൃഷ്ടിയോടുകൂടി UDF നാടിനെ സമർപ്പിച്ചൊരു പ്രകടന പത്രികയുണ്ടോ? നിങ്ങളുടെ ഒക്കെ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ? ആ പ്രകടന പത്രിക നിങ്ങളൊന്ന് നോക്കണം. 5 മിനിമം ഗ്യാരണ്ടികളുണ്ടോ? സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥിനികൾക്ക് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ മാസവും അവർക്ക് 1000 രൂപയുടെ പോക്കറ്റ് മണി നൽകുന്ന സംവിധാനം, ക്ഷേമ പെൻഷൻ 2000 രൂപയുള്ള ക്ഷേമ പെൻഷൻ 90 ദിവസത്തിനുള്ളിൽ 3000 രൂപയാക്കും. അതുപോലെ 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി കുടുംബ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സകൾ സൗജന്യമാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി. അതുപോലെ വയോജനങ്ങൾക്ക് ഒരു വകുപ്പ്. എല്ലാറ്റിലുമുപരി നമ്മുടെ യുവത്വം, ഈ നാടിന്റെ നാളെയുടെ പ്രതീക്ഷകളായ നമ്മുടെ യുവാക്കൾ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ
അവരുടെ സ്വന്തമായ വ്യവസായ വ്യവസായ സംരംഭങ്ങൾക്ക് പലിശരഹിതമായ 5 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി അടക്കമുള്ള നിരവധി പദ്ധതികളാണ് ഈ 5 ഗ്യാരണ്ടികൾ അടക്കമുള്ള നിരവധി പദ്ധതികളാണ് ഈ കർഷകൻ ആത്മഹത്യ ചെയ്ത സമയത്ത് ഞാൻ പറയട്ടെ, കേരളത്തിലെ കർഷകർക്കായി കാർഷിക ബജറ്റ് അവതരിപ്പിക്കുമെന്നാണ് UDF നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം. എന്ത് രീതിയിലാണ് കേരളത്തിന്റെ സാമ്പത്തിക സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്ന ദീർഘദൃഷ്ടിയോടുകൂടി പഠനം നടത്തി തയ്യാറാക്കിയ ഈ വികസന രേഖ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രകടന പത്രിക അതായിരിക്കും അടുത്ത സർക്കാരിന്റെ വികസന രേഖ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ TM നാസറിന് കൈയടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകളിലേക്ക് നൽകി വിജയിപ്പിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.